പിന്നെ ഇതൊരു മോഡ്യൂളാണ്. ഇത് ചാർജ് ബാറ്ററി 3.7 വോൾട്ട് ബാറ്ററി ചാർജ് ചെയ്യണത്. ഇത് റെഡ് കത്തും. ഇത് അപ്പോൾ ചാർജ് കയറി ചാർജ് ഫുള്ളായി കഴിഞ്ഞാൽ കട്ട് ഓഫ് ആവും. അപ്പോൾ ബ്ലൂ കത്തും. ഇതിപ്പോൾ ഈ രാത്രി തന്നെ കാണുന്ന ഒരു ലൈറ്ററില്ലേ, ഈ ലൈറ്റർ കത്തിച്ചിട്ട് ഇതിൻ്റെ അവിടെ വയ്ക്കുക. അപ്പോൾ നോക്കിക്കോട്ടെ, ഇതിൽ ഈ ലൈറ്റ് വരുന്ന നോക്കിക്കോട്ടെ, ലൈറ്റ് കത്തുന്ന നോക്കിക്കോട്ടെ. ഇവിടെ ലൈറ്റ് വന്നില്ലേ, ഇവിടെ ഈ ഭാഗത്ത് ലൈറ്റ് കത്തുന്ന നോക്കിക്കോട്ടെ. വേണ്ട ഇത് അപ്പോൾ ഇത് സോളാർ സെല്ലാതെ കണ്ട. ഈ സെല്ലിലേക്ക് പകല് സൂര്യപ്രകാശം അടിക്കുക, അല്ലെങ്കിൽ ഈ ലൈറ്റ് ബൾബിൻ്റെ LED ലൈറ്റും ഇതൊന്നും ഇതിൽ പറ്റില്ല. ഈ ലൈറ്റ് കത്തില്ല. സൂര്യപ്രകാശം അല്ലെങ്കിൽ നമ്മൾ വല്ല ഈ സോളാറിൻ്റെ അടിച്ച് കൊണ്ടുവന്നാൽ ഇത് വർക്ക്. അല്ലെങ്കിൽ ഇത് ഈ ബാറ്ററി ചാർജ് ചെയ്യാൻ വേണ്ടി മേടിച്ചാൽ ഈ ബാറ്ററി ചാർജ് ചെയ്യാൻ കണ്ട. ഇത് 3.7 വോൾട്ടിൻ്റെ ബാറ്ററിയാണ്. 3.7 വോൾട്ട് ഇത് ചാർജ്. ഇതിന് വേറെ മോഡ്യൂളുണ്ട് കേട്ടോ. ഇത് പിന്നെ ഇതിരിക്കുകയാണ് ചെയ്യുക. ഈ പിന്നെ ഇതിരിക്കുകയാണ് ചെയ്ത് കഴിഞ്ഞാൽ എന്നിട്ടത് ഇത് AC കുത്തി കഴിഞ്ഞാൽ ഇത് ചാർജാവും. ബാറ്ററി കണക്ട് ചെയ്തിട്ട് ഇത് കോയിൽ വെച്ചൊക്കെ കണ്ട. ഇപ്പോൾ ഈ സോളാറിന് പകരം നമുക്ക് ഇത് കണ്ട ഒരു ഡയോഡ് ഇട്ട് വെച്ചൊക്കെ ഇരിക്കും. അപ്പോൾ ഇതിന് ഇങ്ങോട്ട് കണക്ഷൻ വരില്ല. സോളാർ സൂര്യപ്രകാശം ഒന്ന് അടുത്ത് വെച്ച് കഴിഞ്ഞാൽ അവിടെ വോൾട്ടേജ് കാണുന്നത്. ഈ ബാറ്ററി കണ്ട, ഒരു ബാറ്ററി പ്ലസ് ബാറ്ററി മൈനസ് ചെയ്യണം. ബാറ്ററി പ്ലസ് ഇവിടെ മൈനസ്, ഇത് പ്ലസ് 2 കോയിലെടുത്തേക്ക്. ഇത് കമ്പിച്ചുള്ള ഇതിൽ കൂടെ കറണ്ട് കണ്ടു പോയത് ഷോർട്ടാവില്ല. ഇത് ഇൻസുലേഷനുള്ള വയർ പോലെ കമ്പികളത്. ഞാൻ നേരത്തെ പറഞ്ഞ ഡിസ്ട്രിബ്യൂഷനാണ് സംഭവം. ഇത് റഷ്യ കൂടംകുളത്തുള്ളത്. അതിൻ്റെ പവർ മാർഗത്തിലേക്ക് വരുന്നത് 2 റിയാക്ടർ ഉള്ളത്. അതിലൊക്കെ പോയി വർക്ക് ചെയ്തിട്ടുള്ളതാണ്. ഇതിൻ്റെ ഈ സർക്യൂട്ട് അറിയിച്ച ഇത് വരച്ചെടുത്തിട്ട് നമുക്ക് എച്ച് ചെയ്തിട്ട് ഇങ്ങനെ PCBയിൽ ഉണ്ടാക്കാം. ഇത് സർക്യൂട്ട് കിട്ടാനില്ല, PCB കിട്ടാനില്ല. പിന്നെ ഈ സോളാർ ഉപയോഗിക്കാൻ പറ്റിയില്ലെങ്കിൽ ഇവിടെ ഇതിൽ കണക്ട് ചെയ്തിട്ട് AC എടുത്തിട്ട് ഇതിൽ കണക്ട് ചെയ്തിട്ട് AC എടുത്തിട്ട് വർക്ക് ചെയ്യുക. ഇത് കണക്ട് ചെയ്തിട്ട് അപ്പോൾ ഈ ബാറ്ററി ചാർജ് ബാറ്ററി ഈ 2 വയർ കണ്ടില്ലേ കണ്ട. ഈ 2 വയർ ഇതിൽ കണക്ട് ചെയ്താൽ മതി. ഇതിൽ തരും. അതിന് പറയുന്നത് കമ്പി എടുത്ത് കോയിൽ ദൂരെ വെച്ചിട്ട് കണക്ട് ചെയ്യാൻ. പിന്നെ വേണമെങ്കിൽ സോളാർ ഇത് കറണ്ടില്ലെങ്കിൽ ഇത് സോളാർ സൂര്യപ്രകാശം വെച്ചാൽ ഇതുവഴി ഈ കമ്പിയിൽ നിന്ന് ഈ സോളാറിൽ നിന്ന് ഉണ്ടാക്കുന്നത് ഒരു കമ്പി. പിന്നെ ഇത് പോസിറ്റീവ് നെഗറ്റീവ്. നീ വന്നാലും ബാറ്ററി ചാർജാവും. കറണ്ട് ഉണ്ടെങ്കിൽ സോളാറില്ല, സൂര്യപ്രകാശം പകൽ നമുക്ക് ബാറ്ററി ചാർജ് ചെയ്യണം. മഴക്കാലമൊക്കെ വെച്ചാൽ ഇതിൽ കണക്ട് ചെയ്തിട്ട് AC കുത്തി കഴിഞ്ഞാൽ ഇത് ചാർജ് ചെയ്യുമ്പോൾ ഈ റെഡ് ഇൻഡിക്കേഷൻ കത്തും. ഇവിടെ നേരത്തെ കത്തിന ഈ റെഡ് ചാർജ് ഫുള്ളായി കഴിഞ്ഞാൽ നീല കത്തും. അപ്പോൾ ചാർജ് ഫുള്ളായി. അപ്പോൾ കണക്റ്റ് ഡിസ്കണക്ട് ചെയ്യാം. സർക്യൂട്ട് കിട്ടാനില്ല. പിന്നെ ചെറിയ മോഡ്യൂളുണ്ട്, അതിൻ്റെ കണക്ഷൻ. സർക്യൂട്ടൊക്കെ മുമ്പൊക്കെ സംഗീതമൊക്കെ വരച്ചിലൊക്കെ ചെയ്യണതാണ്. ഇത് ടച്ച് സെൻസറാണ്. ഇതിപ്പോൾ സ്വിച്ചുകൾക്കൊക്കെ ഇതാണ് ഉപയോഗിക്കുന്നത്. ഓട്ടോമാറ്റിക്കായി സ്വിച്ച് ഇത് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഓഫാവും, ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഓണാവും. ഇതിലുണ്ട് ലൈറ്റ്. അതിൻ്റെ സർക്യൂട്ട് ഇത് വേണ്ട. ഈ ബോർഡിൻ്റെ സർക്യൂട്ട് കാണുന്നത് സർക്യൂട്ട് വേണ്ട. ഇവിടെ ഗ്രൗണ്ട്, ഇത് 5 വോൾട്ട്. ഇവിടെ ഗ്രൗണ്ട്. ഇതിലും കണക്ട് ചെയ്തിട്ട് നടുക്കിൽ റെസിസ്റ്റൻസ് വഴി ഒരു ട്രാൻസിസ്റ്റർ ചെയ്യുകയാണ്. ഇതിൻ്റെ നടുക്കിൽ നിന്ന്
ഇങ്ങനത്തെ മാതിരി റെസിസ്റ്റൻസ് ഉണ്ട്. ഇതിന് റെസിസ്റ്റൻസ് ആണ് ചെയ്യുക, ട്രാൻസിലാണ് ചെയ്യുക. മീറ്റർ എടുത്തിട്ട് ഗ്രൗണ്ടിലേക്ക് കൊടുക്കുക, അളക്സിൽ എടുത്തിട്ട് റിലേറ്റിലേക്ക് കൊടുക്കുക. കുഴപ്പമില്ല. ഇതിൻ്റെ കളക്ടർ ഇങ്ങനെ വന്ന് ഈ കളക്ടർ ഇങ്ങനെ വന്ന് റിലേറ്റിലേക്ക് കൊടുക്കുക, രണ്ട് റിലേറ്റിലേക്ക് കൊടുക്കും. ഇതിൻ്റെ നെഗറ്റീവ് പോസിറ്റീവ് റിലേറ്റിലേക്ക് കൊടുത്തേക്കുന്നുണ്ട്. അതില്ലേ ചന്ദ്രൻ അവിടെ ഡയോഡ് ഇട്ടിട്ട് അത് പോസിറ്റീവ് കൊടുക്കും. 5 വോൾട്ട് കൊടുത്താൽ മതി ഇതിൽ. അപ്പോൾ ഇതിൽ തന്നെ സംഗതി ചെയ്യേണ്ട. ഈ റിലേയിൽ ഈ കോയിൽ കണ്ടക്ട് ചെയ്യും. ഇതിലേക്ക് വോൾട്ടേജ് വരുമ്പോൾ ഈ 5 വോൾട്ടിൽ നിന്ന് ഒരു വോൾട്ടേജ് വരുമ്പോൾ ഇത് ട്രാൻസിസ്റ്റർ, ഇത് ഗ്രൗണ്ട്, ഇത് പോസിറ്റീവ്, നടുക്ക് ട്രാൻസിസ്റ്റർ ബേസായി റെസിസ്റ്റൻസിലോട്ട് 547 അതിൻ്റെ കണക്ഷൻ എടുത്തിട്ട് ഈ കോയിലേക്ക് കൊടുക്കുക. ഈ കോയിൽ ഇങ്ങനെ വന്ന് ഈ കണക്ഷൻ, അപ്പോൾ ഈ പോസിറ്റീവ് വയർ എടുത്തിട്ട് തീ കൊടുക്കുക. മാറ്റാം പോസിറ്റീവ് എടുത്തിട്ട് 5 വോൾട്ട് കൊടുക്കുക, 5 വോൾട്ട് 6 വോൾട്ട് കൊടുക്കാം. അപ്പോൾ ഇതിൽ ടച്ച് ചെയ്യുമ്പോൾ ഇത് ഈ സെൻസർ റിലേ ഓണാവും. അപ്പോൾ ഈ റിലേ ഓണാവുമെന്ന് പറഞ്ഞാൽ ഈ കണക്ഷൻ കൂട്ടി വിട്ടു. ഇതിൽ ഈ കോയിലും ഈ AC സ്വിച്ച് പോലെ വർക്ക് ചെയ്യുന്നു. ഇത് കോയിൽ ഇതിനകത്ത് റിലേറ്റ് ടച്ചില്ല. സ്വിച്ച് എന്ന് പറഞ്ഞാൽ AC ഇതിലൊന്ന് ടച്ചാവും, സ്വിച്ച് പോലെ ഇതിനകത്ത് പ്രവർത്തിക്കും. ഇത് ഈ സർക്യൂട്ടിലൊന്നും AC വരില്ല. AC സപ്ലൈ ഈ ഭാഗത്ത് കൊടുക്കുന്ന ഈ സ്വിച്ച് വന്ന് എന്തിക്കണം. അപ്പോൾ ഈ ലൈറ്റ് എത്തും. ഇതിനൊന്നും ടച്ച് ചെയ്യും. ഇതിന്മേ ടച്ച് സെൻസർ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓഫായി. അപ്പോൾ ഈ കോണ്ടാക്റ്റ് വിട്ടു, ഈ കോണ്ടാക്റ്റ് ഇങ്ങോട്ട്. അപ്പോൾ ഈ ലൈറ്റ് കത്തില്ല. AC-യില്ല, ഇതിൻ്റെ പോയിന്റിൽ റിലേ വർക്ക് ചെയ്യണമെങ്കിൽ 200 രൂപ വാങ്ങി. അല്ലാണ്ട് അല്ലെങ്കിൽ സ്വിച്ച് നമ്മൾ ഓൺ ചെയ്യുന്നത് ഓട്ടോമാറ്റിക്കല്ല. ഇവിടെ സ്വിച്ച് സാധാരണ സ്വിച്ച് ഓൺ ചെയ്യുന്നത് ഇങ്ങനെ സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ ഈ 20 ഓഫ് ചെയ്യും, നമ്മൾ തന്നെ ഓഫ് ചെയ്യുമ്പോൾ ഓഫ് ചെയ്യുമ്പോൾ അതിന് പകരം ഇതിനൊന്ന് ടച്ച് ചെയ്താൽ മതി. കൈ ഇതിന് ഇങ്ങനെ വിരലിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ഈ ചെറിയ സാധനത്ത് വേണ്ട, ഇതിന് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓഫാകും. പിന്നെ റിമോട്ട് വഴി വേണമെങ്കിൽ ഇത് വേണ്ടത് ഇതുണ്ട്. ഇതിന് അതിൻ്റെ വേറെ സെൻസർ ഇതുണ്ട്. 1838 IR സെൻസർ ഇതിൽ കണക്ട് ചെയ്യാം. അതിൻ്റെ ഗ്രൗണ്ട് ഗ്രൗണ്ട് മെയിൻ്റെ ഗ്രൗണ്ട്. അപ്പോൾ അതിൽ നെഗറ്റീവ് കണക്ട് ചെയ്യാം. പിന്നെ ഇതിൻ്റെ ഗ്രൗണ്ട് സെൻറ്റർ ഈ IR സെൻസർ, ഈ പോസിറ്റീവിൻ്റെ ഈ വോൾട്ടേജ് കണക്ട് ചെയ്യാം. ഇതിൻ്റെ ഔട്ട് എടുത്തിട്ട് 1 മൈക്ക് വഴി ഈ IC-ൻ്റെ ഇതിൽ പോയിൻ്റ് ഉണ്ട്. ഇതിൽ മറ്റു വേണം. ഇത് IC-യുടെ അടുത്തൊരു പോയിൻ്റ് വേണ്ട, ഈ പോയിൻറ്റിലേക്ക് ഒരു 1 മൈക്ക് വഴി കണക്ട് ചെയ്യാം. അപ്പോൾ ഇതിലേക്ക് ലൈറ്റ്, ഇതിലേക്ക് ഈ സെൻസറിലേക്ക് ലൈറ്റ് റിമോട്ട് അമർത്തുമ്പോൾ അപ്പോൾ ഇത് വർക്ക് ചെയ്യും. ഈ ലൈറ്റ് കത്തിട്ട് വർക്ക് ചെയ്യും, ഇത് ഓണാവും. പിന്നെ ഓഫ് ചെയ്ത് റിമോട്ട് ഓഫ് ചെയ്യുമ്പോൾ ഇത് കെടും. അപ്പോൾ ഈ സ്വിച്ച് അമർത്താൻ നിൽക്കണ്ട. ഓട്ടോമാറ്റിക്കായിട്ട് ഈ റിമോട്ടിലേക്ക് റിമോട്ട് റിലാക്സ് കഴിഞ്ഞാൽ റിമോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായി. അല്ലെങ്കിൽ ഇതിന്മേൽ നമ്മൾ ടച്ച് ചെയ്യണം. ടച്ച് ചെയ്ത് റിമോട്ടിലും പുതിയ മോഡുകൾ 22 രൂപയായിട്ടുള്ളത് ഉണ്ട്. ഇതൊക്കെ അറിയിച്ച് ഞാൻ സർക്യൂട്ടൊക്കെ വരച്ച് ചെയ്ത് സർക്കുലറേറ്റൊക്കെ ഒഴിച്ച് അതിലത്തിൻ്റെ ഷീറ്റൊക്കെ ഒഴിച്ച് കട്ട് ചെയ്ത് ഇത് വരിക്കാക്കി നമ്മളിത് മോഡ്യൂളായി കാരണം ചെറിയ പീക്കിരി സർക്യൂട്ട് അത് ഈ കാണുന്നത്. നമുക്ക് ചെയ്തൊരു വലിയ സർക്യൂട്ടാക്കി ഉണ്ടാക്കണം. ഇതേക്കാട്ടിൽ വലിയ സർക്യൂട്ട് സ്വിച്ച് ബോർഡ്